ആഗോള അയ്യപ്പ സംഗമത്തിന് 7 ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ പമ്പ. പണി പൂർത്തിയാക്കി പ്രധാന വേദിയും ഉപവേദികളും ഇന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കൈമാറും. ഒരുക്കങ്ങൾ വിശദീകരിക്കാൻ മന്ത്രി വി എൻ വാസവൻ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മാധ്യമങ്ങളെ പമ്പയിൽ കാണുന്നുണ്ട്. എ ബി ജയശങ്കർ പമ്പയിൽ നിന്നും ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയുടെ വിധി കൂടി വന്നതിന് ശേഷം യഥാർത്ഥ ഒരു വർദ്ധിത വീര്യം ഇവർക്കുണ്ടായിട്ടുണ്ട് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ. എന്താണ് പമ്പയിൽ നിന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്? ഗുഡ് മോർണിംഗ് എസ് കെ. ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. പ്രധാന വേദിക്ക് മുന്നിലാണ് നമ്മളുള്ളത്. ഈ വേദിയുടെ പണി ഏകദേശം 90% പൂർത്തിയായി എന്നാണ് ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്. ഇന്ന് തന്നെ ഈ വേദി പണി പൂർത്തിയാക്കി ദേവസ്വം ബോർഡിന് വിട്ടു നൽകും. ഉച്ചയോടുകൂടി തന്നെ ഈ ബാക്കി നടപടിക്രമങ്ങളും പൂർത്തിയാകും. കസേര ഉൾപ്പെടെ ഇവിടെ നിരത്തേണ്ടതുണ്ട്. ബാക്കി ഒരുവിധം പണികളെല്ലാം തന്നെ പൂർത്തിയായി എന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത്. ഒപ്പം തന്നെ ഹിൽ ടോപ്പിലും ഒപ്പം തന്നെ ഗണപതി ക്ഷേത്രത്തിന് സമീപവും 2 സെമിനാർ ഹാളുകൾ കൂടിയുണ്ട്. അവിടെ ആ വേദികളും ഉച്ചയോടുകൂടി തന്നെ ക്രമീകരണം പൂർത്തിയാകും. ഒപ്പം തന്നെ ഈ പ്രധാന വേദിക്ക് എതിർവശമായി ഒരു എക്സിബിഷൻ ഹാള് ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെ ഈ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എക്സിബിഷനും മറ്റ് കാര്യങ്ങളുമൊക്കെ തന്നെ നടത്തും. ഇന്ന് 12 മണിക്ക് മന്ത്രി വി എൻ വാസവൻ പമ്പയിൽ വാർത്താസമ്മേളനം നടത്തി തുടർ പരിപാടികൾ എങ്ങനെ സംഗമത്തിൻ്റെ ഒരുക്കങ്ങൾ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ വിശദീകരിക്കും. ഇന്ന് വൈകിട്ടോടെ തന്നെ പമ്പയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് വർദ്ധിപ്പിക്കും. 1300-ൽ അധികം പോലീസുകാരെ ഇവിടെ വിന്യസിക്കുമെന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. പമ്പ, നിലയ്ക്കൽ, ശബരിമല അങ്ങനെ 3 സെക്ടറുകളിലായിട്ടായിരിക്കും സുരക്ഷാ വിന്യാസം ഉണ്ടാകുക. എന്തായാലും എല്ലാവിധ ഒരുക്കങ്ങളും ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു, ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. അതിന്റെ അവലോകനം അതെല്ലാം തന്നെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് നിലവിൽ നിർവഹിച്ചു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.